ഇനി 2 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തിനാണ്? കേരളത്തിലെ +1 പഠനം ആഗ്രഹിക്കുന്ന SSLC കഴിഞ്ഞ് റിസൾട്ട് എല്ലാം അറിഞ്ഞ് +1 +2 കോഴ്സിന് അപേക്ഷിക്കാനുള്ള സമയം ഇനി 2 ദിവസമാണ്. ജൂൺ 1, 2, ജൂൺ 3 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനോടകം പല വിദ്യാർത്ഥികളും ഓൺലൈനിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു അപേക്ഷകൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു വലിയ ശതമാനം ഇപ്പോഴും നമുക്ക് HSCAPൽ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ കാത്തു നിൽക്കുന്നത് ഒരു പക്ഷേ വർക്കിംഗ് ഡേ, നാളെ മറ്റന്നാളൊക്കെ സ്കൂളുകൾ വർക്കിംഗ് ഡേ ആവും. അപ്പോൾ സ്കൂളുകളിൽ നിന്ന് പല സർട്ടിഫിക്കറ്റുകളും കിട്ടാനുണ്ടാവും, ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളും അതുപോലെ പറയുന്നതൊക്കെ. പിന്നെ മറ്റു വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ചില റെക്കോർഡ്സ്, സർട്ടിഫിക്കറ്റ്സ്, അതിനൊക്കെ വേണ്ടിയായിരിക്കണം കുറച്ച് ആളുകൾ അത് ഡിലേ ആയിരിക്കുന്നത്. എന്നാൽ മറ്റു ഒരു വിഭാഗമുണ്ട്, അവർ ഈ SSLC പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അവർക്ക് ചില സബ്ജക്റ്റുകളിൽ വേണ്ടത്ര ഗ്രേഡ് കിട്ടിയിട്ടില്ല, അവർ പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയിട്ടില്ല. അത്തരം വിദ്യാർത്ഥികൾ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. ആ റീവാലുവേഷൻ കൊടുത്തതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, യാതൊരു കാരണവശാലും നിങ്ങൾ ആ റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഇനി ആ റിസൾട്ട് 3-ാം തീയതിക്കകം വരുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. ഇനി അത് 8-ാം തീയതിയാണ് ട്രയൽ വരുന്നത്, 15-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. ഇതിന് മുന്നേ എന്തായാലും ഇപ്പം ട്രയലിലെങ്കിലും ഫസ്റ്റ് അലോട്ട്മെന്റിന് മുന്നേ ആയിട്ടെങ്കിലും ഈ റീവാലുവേഷൻ റിസൾട്ട് വരും. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസോ ഇതിലൊക്കെ നിങ്ങൾക്ക് A ഗ്രേഡായി അല്ലെങ്കിൽ B+ ആയി, അപ്പോൾ ഉയർന്ന ഗ്രേഡിലേക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രേഡിലേക്ക് നിങ്ങൾ അത്രമാത്രം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടാവാം. ആ റീവാലുവേഷനിൽ ചേഞ്ച് ആയി വന്നാൽ നിങ്ങൾ പിന്നീട് ആ ചേഞ്ച് നിങ്ങൾക്ക് A ഉള്ളത് A+ ആയി എന്നോ അല്ലെങ്കിൽ B+ ഉള്ളത് B ആയോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ നടക്കണ്ട, അത് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആകും. നിങ്ങൾക്ക് അങ്ങനെ ഗ്രേഡ് ചേഞ്ച് ആയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ആയിട്ട് വരും. അപ്പം അതിലൊരു ടെൻഷൻ വേണ്ട, അതിനു വേണ്ടി ആരും വെയിറ്റ് ചെയ്ത് നിൽക്കും വേണ്ട. എന്നാൽ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ സ്കൂൾ തലത്തിലുള്ള ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇപ്പോൾ സോഷ്യൽ സയൻസ് ക്ലബ്ബോ മാത്സ് ക്ലബ്ബോ അല്ലെങ്കിൽ അതുപോലെ ലാംഗ്വേജ് ക്ലബ്ബുകളോ പിന്നെ അതുപോലെ ലിറ്റിൽ കൈറ്റ് അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട്. റെഡ് ക്രോസ് അതുപോലെ SPC ഇങ്ങനെയുള്ളതൊക്കെ സ്കൂൾ തലങ്ങളിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച അവിടുത്തെ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനടി തിങ്കളാഴ്ച നാളെ തന്നെ അതൊക്കെ കളക്ട് ചെയ്ത് പരമാവധി നാളെയോ മറ്റന്നാളോ ആയിട്ട് ലാസ്റ്റ് ഡേയിലേക്ക് വെക്കരുത്. നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങളുടെ +1 അപേക്ഷകളെല്ലാം സബ്മിറ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേയിൽ ഹെവി റഷ് വരാൻ സാധ്യതയുണ്ട്. ഇനി അത് ഡേറ്റ് അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു പോസിബിലിറ്റിയും ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ബൈ ചാൻസ് അത്രമാത്രം ഹെവി റഷോ ട്രാഫിക്കോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും 1-2 ദിവസങ്ങൾ, ഇന്ന് സൺഡേ ആണ്, ഇനി 1-2 മൺഡേ ട്യൂസ്ഡേ ഈ ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 3-ാം തീയതിയിലേക്ക് പോകരുത്. 3-ാം തീയതി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ നെറ്റ് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതോടൊപ്പം വെബ്സൈറ്റുകളിൽ എല്ലാവരും കയറുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ മറ്റു ട്രാഫിക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് ടൈം ഔട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോകാം. അപ്പോൾ അങ്ങനെ അതിലേക്ക് നീങ്ങരുത്. ഇനി 3-ാം തീയതിക്കകം ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് 8-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ യൂസർ ID ആയി മാറുന്നത്. പാസ്വേഡ് ഈ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് 8-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ HSCAPൽ പോയി നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ളടത്ത് അവിടെ നിങ്ങളുടെ യൂസർ ID പാസ്വേഡൊക്കെ അടിച്ച് നിങ്ങളുടെ അതിലേക്ക് പോകണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട്, അതൊരു ട്രയൽ മാത്രമാണ് പേര് പറയുന്ന പോലെ, എന്നാൽ വലിയ മാറ്റങ്ങളൊന്നും ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് പ്രതീക്ഷിക്കും വേണ്ട. മാറ്റങ്ങൾ ഉണ്ടാവാം, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടും, കൺഗ്രാറ്റുലേഷൻ യു ഗോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ഓപ്ഷൻ, ഇത്ര ഇന്ന സ്കൂളിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ട്രയലാണ്. ഇനി ചിലവർക്ക് ചിലപ്പോൾ അതിൽ എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അവിടെ ആ ട്രയൽ അലോട്ട്മെന്റിലെ റിസൾട്ട് നോക്കിയതിന് ശേഷം
നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ചില സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഈ 8-ാം തീയതിക്കകം കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ ആഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തെറ്റായി രേഖപ്പെടുത്തി പോയിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ അല്ലെങ്കിൽ ഓപ്ഷൻസ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒന്ന് അറേഞ്ച് ചെയ്യണം, ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ അതിൻ്റെ ഓർഡറൊക്കെ ഒന്ന് മാറ്റണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കോമ്പിനേഷൻസ് ഒക്കെ സ്കൂളുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൾസ് മനസ്സിലാവും ട്രയൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്യണം തീർച്ചയായിട്ടും. ട്രയൽ അലോട്ട്മെന്റിൽ വെറും ട്രയൽ റിസൾട്ട് മാത്രം നോക്കിയിട്ട് നിങ്ങൾ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്തിട്ട് എന്നിട്ട് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാതെ പോകരുത്. അപ്പോഴാണ് നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആകും. അപ്പോൾ കേരളത്തിലെ അപേക്ഷകൾ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെന്റ് നോക്കും. സ്വാഭാവികമായിട്ടും ട്രയൽ അലോട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന സ്കൂളുകൾ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർ ചെറിയ റീഅറേഞ്ച്മെന്റുകളൊക്കെ വരുത്തും. ചിലപ്പോൾ ചില ഓപ്ഷൻസ് ഒക്കെ കൂടുതൽ കൊടുക്കും. അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഗ്രേഡ് പോയിന്റിങ് കാര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ വന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം എവിടെ ഉണ്ടാവാം, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉണ്ടാവാം. ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് പിന്നീട് 15-ാം തീയതിയാണ്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ട്രയൽ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. എന്താ അതിന് ഇത്രയും ദീർഘസമയം വെച്ചത്? അത് എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് വെക്കുന്ന ഒരു സമയമാണ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ. അപ്പോൾ 15-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് പരിശോധിക്കാം. അവിടെ നിങ്ങളുടെ റിസൾട്ട് എന്താണോ, ഇന്ന സ്കൂളാണ് കിട്ടിയത്, അത് ട്രയൽ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സ്ലിപ്പാണ്. അത് നിങ്ങൾ പ്രിന്റ് എടുക്കണം. ബന്ധപ്പെട്ട രേഖകൾ SSLC സർട്ടിഫിക്കറ്റ്, TC, CC, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം, അതോടൊപ്പം ബോണസ് പോയിന്റ് ഗ്രേസ് മാർക്കിനൊക്കെ വേണ്ടി പരിഗണിച്ചിട്ടുള്ള മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവയും, ദെൻ നിങ്ങൾക്ക് വില്ലേജുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ ഇതോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ കോപ്പിയല്ല, അതോടൊപ്പം തന്നെ അലോട്ട്മെന്റ് സ്ലിപ്പും അതുമായിട്ട് നിങ്ങൾ ഇവിടെ പോകണം. അതിൽ നിങ്ങൾക്ക് സമയം പറയും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാക്സിമം 3 ദിവസമാണ് ഉണ്ടാവുക. ആ ദിവസത്തിനകം തന്നെ നിങ്ങൾ ഇവിടെ പോകണം. നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെന്റ് കിട്ടിയത് ആ സ്കൂളിൽ പോകണം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ അഡ്മിഷൻ എടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളാണ്, ആഗ്രഹിച്ച കോമ്പിനേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്, അവിടെ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാം. ഫീസ് അടച്ച് പെർമനന്റ് ആയിട്ട് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു അവിടെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, ഫീസൊക്കെ അടച്ച്. ദെൻ അവിടുത്തെ യൂണിഫോം ഒക്കെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അവിടുത്തെ പഠനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. ജൂലൈ 2-ാം തീയതിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പോയി അവിടെ നിന്ന് ഈ കോഴ്സ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആസ്വദിച്ച് പഠിക്കാം. എന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്. നിങ്ങളുടെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് സ്ലിപ്പൊക്കെ ഉണ്ട്, ഈ ഡീറ്റെയിൽസും എല്ലാമായിട്ട് നിങ്ങൾ പോകുന്നു. പക്ഷേ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഇതിന് മുകളിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട് എന്നിരിക്കെ നിങ്ങൾക്ക് താഴത്തെ ഓപ്ഷനാണ് കിട്ടിയത്. നിങ്ങൾക്ക് അത്ര താല്പര്യമുള്ള സ്കൂളല്ല, അത്ര താല്പര്യമുള്ള കോമ്പിനേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ലിപ്പും അതുപോലെ ഡോക്യുമെന്റ്സ് ഈ ഒറിജിനൽ എല്ലാം അവിടെ കൊടുത്ത് ടെമ്പററി അഡ്മിഷൻ എടുക്കണം, താൽക്കാലികമായ അഡ്മിഷൻ. അവിടെ അഡ്മിഷൻ സെല്ലിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ഒരു താൽക്കാലിക അഡ്മിഷൻ രജിസ്റ്ററിലാണ് നിങ്ങളെ രേഖപ്പെടുത്തുക. ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ വാങ്ങി വെക്കും. ഫീസ് അടക്കേണ്ടതില്ല, ആ സ്കൂളിലെ യൂണിഫോമും വാങ്ങണ്ട. നിങ്ങൾ അവിടെ ഈ സിസ്റ്റത്തിനകത്തേക്ക് കയറുകയാണ്. താൽക്കാലികമായിട്ട് ഒരു അഡ്മിഷനാണ് നിങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ താൽക്കാലിക അഡ്മിഷൻ എടുത്ത സ്ഥിതിയിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിലവിൽ കിട്ടിയ സ്കൂളിന് മുകളിലുള്ള ഓപ്ഷനുകളിലേക്കാണ് പരിഗണിക്കുക. അതാണല്ലോ ആവശ്യം. അപ്പോൾ അങ്ങനെ മുകളിലെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ഇതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അലോട്ട്മെന്റ് സ്ലിപ്പ് എടുക്കുന്നു. അത് ഏത് സ്കൂളിലേക്കാണെങ്കിൽ ഇവിടെ ആദ്യ സ്കൂളിൽ ടെമ്പററി ആയിട്ട് ചേർന്നിടത്തും ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ട് ആ സ്കൂളിലേക്ക് പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അവിടെയും
ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനിയും അതിന് മുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ ഇതേപോലെ താൽക്കാലികമായി തുടരാം. ലാസ്റ്റ് അലോട്ട്മെന്റ് വരെ, തേർഡ് അലോട്ട്മെന്റ് വരെ ടെമ്പററി ആയിട്ട് തുടരാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ ടെമ്പററി ആയിട്ട് നിന്നു, അതിന് മുകളിലുള്ള സ്കൂളിലേക്ക് വെയിറ്റ് ചെയ്തു, അടുത്ത അലോട്ട്മെന്റിൽ അതിന് മുകളിലുള്ള സ്കൂളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ പോകണം. പിന്നെ ഈ സ്കൂളിൽ തന്നെ നിൽക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം ടെമ്പററിയിൽ ഇവിടെ നിന്ന് ഔട്ടായി പിന്നെ അടുത്തയിലേക്ക് പോയി, നിങ്ങളുടെ ഹയർ ഓപ്ഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ഡീറ്റെയിൽസ് അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് മറ്റും കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞത്, ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ഈ 2 ദിവസത്തിനകം തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഫോർവേഡ് ചെയ്യാം. വളരെ ഭംഗിയായിട്ട് അത് തെറ്റുകൾ വരുത്താതെ ആപ്ലിക്കേഷൻസ്, ഒരു കാരണവശാലും റീവാലുവേഷൻ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. മറ്റു ക്ലബ്ബ് മറ്റു സർട്ടിഫിക്കറ്റ് കിട്ടി അവൈലബിൾ ആയത് അത് വെച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതോ മറ്റു എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഓപ്ഷൻ 8-ാം തീയതി ഉണ്ട്. ഓക്കെ, ബൈ.